ഒരു പുതിയ കേസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആള് ചില്ലറക്കാരനൊന്നുമല്ല, കോടീശ്വരനാ, ബിസിനസ് മാഗ്നറ്റ്, കച്ചവട കാന്തം, മിസ്റ്റർ ഭാസ്കർ പിള്ളൈ. തനിക്കെന്താ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? എന്റെ കല്യാണക്കാരി ഞാൻ തന്നെ ഏൽപ്പിച്ചോന്ന് അല്ല, അത് തീരുമാനിക്കാൻ എനിക്കറിയാം. ലീവ് മീ അലോൺ. ടീച്ചറെ, ടീച്ചറെ, നോ നോ നോ, പ്ലീസ് പ്ലീസ്. ഇത് ടീച്ചർ കൊണ്ടുവന്ന കല്യാണ ആലോചന അല്ല, ഇത് കേസ് വേറെയാണ്. സ്കൂളിൽ ഒരു അഡ്മിഷൻ കേസാ. ആരെ പിടിച്ചാ നടക്കും? ആദ്യമേ ഇതങ്ങ് പറഞ്ഞ പോരായിരുന്നോ? പറഞ്ഞുവല്ലോ, സംബന്ധക്കാരനെന്ന് ടീച്ചറല്ലേ തെറ്റിദ്ധരിച്ചത്. പ്ലീസ് ടീച്ചർ, ആ മാഗ്നറ്റിന്റെ അടുത്തേക്ക് ഒന്ന് വരാമോ? താങ്ക് യു. മീറ്റ് മിസ് സീതാ നായർ. ഹായ്. ഹലോ. ഡയമണ്ട് മർച്ചന്റ് ആണ്. ഇന്ത്യയിൽ എവിടെയൊക്കെയോ ഖനികളുണ്ട്. സോറി, ഐ വാസ് മിസ്റ്റേക്കൺ. ഇറ്റ്സ് ഓക്കേ ഓക്കേ ഓക്കേ. ലൈഫിൽ എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചിട്ടുള്ളൂ. ബൈ ദ ബൈ, ടീച്ചർക്കറിയോ, കോടികളുടെ കളിത്തൊട്ടിൽ ഞാൻ അമ്മാനമാടുമ്പോഴും അക്ഷരം എന്താണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. തിരക്കിട്ട ബിസിനസ് ജീവിതത്തിനിടയിൽ ഞാൻ SLC എഴുതാൻ പോലും മറന്നു. ആ ഗതിയോട് ഒരിക്കലും എന്റെ ചൈൽഡ്ഹുഡ് ഉണ്ടാവരുത് ടീച്ചറെ. വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ച എന്റെ മകനെങ്കിലും പഠിക്കട്ടെ. ഇന്ന് എന്റെ കയ്യിൽ പണമുണ്ട്, പദവിയുണ്ട്. പറയൂ ടീച്ചർ, ടീച്ചർ സ്കൂളിൽ ഒരു അഡ്മിഷൻ കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം? ഐ കൻ അണ്ടർസ്റ്റാൻഡ് യുവർ പൊസിഷൻ. ഇതുപോലെ എത്രയെത്ര പണക്കാരായ പാരന്റ്സാ ഒരു അഡ്മിഷന് വേണ്ടി അവിടെ കയറി ഇറങ്ങുന്നത്. പക്ഷെ ഇക്കാര്യത്തിൽ എനിക്ക് നിങ്ങളെ കാര്യമായി സഹായിക്കാനാവില്ല. മാക്സിമം ഡൊണേഷനും ഹൈ റെക്കമെൻഡേഷനും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ബ്രില്യന്റ് ആയ കുട്ടിക്ക് പോലും അവിടെ അഡ്മിഷൻ കിട്ടൂ. മാക്സിമം ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ എത്ര വേണ്ടി വരും? അപ്രോക്സിമേറ്റ്ലി 2 lakhs. നോ പ്രോബ്ലം. പിന്നെ ഹൈ റെക്കമെൻഡേഷൻസ്, അതിന് VVIP ആയ ഒരു പൊളിറ്റീഷ്യനെ കണ്ടാൽ മതി. റോയൽ ഫാമിലിയിലുള്ള ബിസിനസ്സുകാരാവുമ്പോ രാഷ്ട്രീയ ബന്ധങ്ങളും കാണും. എനിവേ, ഐ എം ഗ്ലാഡ് ടു മീറ്റ് യു. വരട്ടെ. സ്കൂളിൽ ഒരു സെക്കൻഡ് പോലും ലേറ്റ് ആവാൻ പാടില്ല. വളരെ സ്ട്രിക്റ്റാ. എന്നിട്ടാ അമ്പലപ്പറമ്പ് ചുറ്റി കറങ്ങുന്ന നിന്റെ കൂറച്ചിരി അവര് കേട്ടാ മോന്റെ അഡ്മിഷൻ വെള്ളത്തിലാവും. ഡൊണേഷന്റെ കാര്യം ഓക്കെ. വീടും ലോറിയും വിറ്റിട്ട് 3 ലക്ഷം രൂപ എന്റെ കയ്യിലുണ്ട്. റെക്കമെൻഡേഷൻ, അതിനെന്തൊരു വഴി? ഡൊണേഷന്റെ കാര്യം ഓക്കെ ആണെങ്കിൽ റെക്കമെൻഡേഷന്റെ കാര്യം ഡബിൾ ഓക്കെ. നമ്മളിപ്പോ തന്നെ വണ്ടിയിൽ പുറപ്പെടുന്നു. അണ്ണാ ഗാർഡൻസിലേക്ക്. അണ്ണാക്കിലോട്ടല്ല, അണ്ണാ ഗാർഡൻസിലേക്ക്. OMK ഊട്ടി മുന്നേറ്റ കഴകം. കഴപ്പല്ല, കഴകം. അതിന്റെ രാജവനാന്ത പ്രസിഡന്റ് കോവൈ നെടുഞ്ചേരന്റെ അടുത്തേക്ക്. തലൈവരെ, നിലൈത്തതൈ മുടിപ്പവർ ഇവർ ഇവർ. நல்லினாச்சா, யாரு இவரு? தலைவரே, இவரு உங்களுக்கு புரியலையா? புரியலையே. இவரே உங்களுக்கு புரியலையா? அழாதரா, விஷயத்தை சொல்லு. நம்ம OMK பார்ட்டி இல்லையா, அதோட கேரளா பிரான்ச் பிரசிடென்ட். கேரளா? கரெக்ட். பிரான்ச்? கரெக்ட். மலையாளம்? ஆமா. மலையாள மண்ணுக்கு வணக்கம், மலையாள மக்களுக்கு வணக்கம். மலையாள மகனே, தமிழ் மகனே, வணக்கம். வணக்கம். ஆஹா, என்ன ஒரு பாசம், என்ன ஒரு பற்று, என்ன ஒரு பிடிப்பு. அதுக்கு பிடிக்கி. நல்ல சொல்றா. ஒரு சின்ன ரெக்கமெண்டேஷன். என்ன? பிரசிடண்டோட மகனுக்கு கான்வென்ட்ல ஒரு அட்மிஷன் வேணும். இந்த ஊட்டி கான்வென்ட்ல நம்ம பிரசிடென்ட் பிள்ளைக்கு தானே, பண்ணிருவோம். அம்மா வணக்கம், நான் தான் ஒய் நெடுஞ்சேரன் பேசுறேன். நம்ம கேரளா பிரசிடென்ட் பையனுக்கு உங்க கான்வென்ட்ல ஒரு சீட் வேணும். டொனேஷனை பத்தி கவலையே படாதீங்க, புது ஸ்கூல் பில்டிங்கே கட்டி கொடுத்துறோம். அட்மிஷன் ஓகேவா? அதான் கரெக்ட். தேங்க்யூ. அட்மிஷன் ஓகே. ജമേൽ ഇറങ്ങിക്കോ. താങ്ക് യു. ഓക്കെ ഓക്കെ. അത് ഡ്യൂപ്ലിക്കേറ്റ് സെറ്റപ്പ് ആണ്. ഓ യെസ്. ചെവി വെക്കണ്ട. ഓക്കെ ഓക്കെ നോ ഓക്കെ നോ ഓക്കെ. കണ്ടോ സ്കൂളിന്റെ ഫ്രണ്ട് എലിവേഷൻ? പാക്കര, ഇംഗ്ലീഷുകാര് സായിപ്പന്മാർക്കുണ്ടായ പിള്ളേർക്ക് വേണ്ടി കെട്ടിയ സ്കൂളാണിത്. അതെന്താ? അത് വെറും സാമ്പിൾ. വന്നേ വന്നേ കാണിച്ചേ. കണ്ടോ, കുതിരസവാരി വരെ പഠിപ്പിക്കുന്ന സ്കൂളാണിതെന്ന് മോന് മനസ്സിലായല്ലോ. എന്റെ കുഞ്ഞുണ്ണിയുടെ ഭാഗ്യ. സ്കൂളിന്റെ നിർഭാഗ്യം. എന്ത്? അല്ല,
അഡ്മിഷൻ കിട്ടിയ മോൻ നന്നായിട്ട് പഠിക്കണമെന്ന് പറയാറ്. ഇല്ലെങ്കിൽ നോട്ടീസ് ബോർഡിൽ പേര് വരും. നാട്ടിലെ പോലെ ജയിക്കുന്നവരുടെ പേരല്ല, തോക്കുന്നവരുടെ പേരാണ് നോട്ടീസ് ബോർഡിൽ പതിപ്പിക്കുന്നത്. ആ പിന്നെ പറഞ്ഞേക്ക്, ഓർമ്മയുണ്ടല്ലോ, വാ തുറന്നാൽ ഇംഗ്ലീഷേ സംസാരിക്കാവൂ. വാ വാ വാ. അയ്യേ, കാൽ ശരായി താത്തറ, അവിഞ്ഞ സ്വഭാവം കാണിക്കല്ലേ. അപ്പോയിന്റ്മെന്റിന് സമയമായി. May I help you? He will manage it. You shut up. Whether I help you or not, സഹായിക്കണോ വേണ്ടെന്നാണ് ചോദിച്ചത്. I Kariachan, attender of the school. You are from South Africa? No, he's from Chalakudi. I see. We have an appointment with the principal, Madam Mary Varghese. Don't waste our time by unnecessary talking. Come on, boy. Fool. May I come in? Yes. Good morning, madam. Good morning. Mr. Bhaskar Pillai. Talivar told you about... Oh, welcome. Please sit down. Thank you. Diamond Merchant and owner of Aheta. Ahito? Yes, it's a motor company. Japan collaboration. Pleased to meet you. You know the rules and regulations of this school? Why he's not speaking? Is he dumb? Yes, dumb woman. Sorry, sir. Aitava. Oh, Kunjunni? കുഞ്ചുണ്ണി അല്ല കുഞ്ഞുണ്ണി. Then with the fees at the counter and join tomorrow. Thank you, madam. Idava Medija. എന്നയ്യാ ഡെലിവറി ആച്ചാ? മുരുക സൗഖ്യമാ? ആമാ സർ. എല്ലാരും എന്നോട് ഫ്രണ്ട്സ്. അത് കണ്ടപ്പോ മനസ്സിലായി. വീടിന്റെ താക്കോല് പിടിക്ക്, ഐശ്വര്യമായിട്ട് നീ തന്നെ കാലെടുത്ത് വെക്ക്. ഇതാണോ നല്ല ചേട്ടൻ പറഞ്ഞ കൊട്ടാരം? എന്താ ഇഷ്ടപ്പെട്ടില്ലേ? ഇത് തന്നെ സംഘടിപ്പിക്കാൻ പെട്ട പാട് എനിക്കറിയാം. വാടക പൊടി കൂടുതലാണോന്നൊരു സംശയം. പൊടി കുറവാണോന്ന് എനിക്ക് സംശയം. വലിയ ഡയമണ്ട് മർച്ചന്റ് അല്ലേ ആ മൊണാർക്ക് ഹോട്ടലിൽ 2500 സൂട്ട് എടുത്ത് മലക്ക്. നല്ല ചേട്ടാ. അല്ല പിന്നെ അയൽവക്കത്തൊക്കെ നമ്മുടെ സ്റ്റാറ്റസിന് ചേർന്ന ഫാമിലീസ് ആണല്ലോ താമസിക്കുന്നത്. അവിടെ ടാറ്റ, അവിടെ ബിർല, അവിടെ അംബാനി. പിന്നൊരു കാര്യം, എനിക്ക് പരിചയമുള്ള ഒരു മുതലാളിയുടെ പൂട്ടിക്കിടക്കുന്ന ബംഗ്ലാവിന്റെ അഡ്രസ് ആണ് അവന്റെ സ്കൂളിൽ കൊടുത്തിരിക്കുന്നത്. അവിടുന്ന് വരുന്ന കത്തുകളൊക്കെ പോസ്റ്റ്മാൻ സോപ്പിട്ട് എന്നെ കൊണ്ട് തന്നോളാം. പക്ഷേ ഈ കോലത്തിൽ നീ സ്കൂൾ സ്റ്റാഫിന്റെ കണ്ടിൽ പെടുകയോ ഈ കൂനാച്ചി പെരയിലാണ് തന്തേ മോന് താമസിക്കുന്നോന്നും അറിയരുത്. മോനെ കുഞ്ഞുണ്ണി, നീ സത്യമല്ല വിളിച്ചു പറഞ്ഞ് ഈ ഊട്ടി മാമനെ മണ്ണുണ്ണി ആക്കരുത്. എനിക്ക് പോണ ഒരു 5000 രൂപ. 5000 രൂപയോ? 5000 രൂപയല്ല, 5000 രൂപ ക്യാഷ്. അത്രയും വേണം? വേണം. ഉള്ള പണിയും കളഞ്ഞ് നിന്റെ പുറകെ നടക്കാൻ എന്റെ തലയിൽ കൂടെ തീവണ്ടി ഓടുന്നു. എടാ നിനക്കറിയോ, 15 വർഷം ഞാൻ ഊട്ടി വന്നിട്ട് ഇത്രയും വൃത്തികെട്ട ഒരു നാടകം ഞാൻ കളിച്ചിട്ടില്ല. എന്റെ പ്രസ്റ്റീജ് എന്താണ്? ഇത്തിരി കുറവുണ്ട്. അത് സാരമില്ല. 5000-ന് 2500 കുറയും. ചോദിക്കുന്നത് പാതി തരാം, നീ ആര്? ബാക്കി ഖജനാവ് നിറയട്ടെ തരാം. അത് ഈ അടുത്ത കാലത്ത് നിറയുമെന്ന് തോന്നുന്നില്ല. പെട്ടിയെടുത്ത് അകത്ത് വയ്ക്ക്. കുറവാണോ എന്തോ. ഇപ്പൊ എങ്ങനെയുണ്ട് കുഞ്ഞുണ്ണി? മതി അച്ഛാ, അവിടെ തന്നെയാ നല്ലത്. മോൻ പറഞ്ഞതാണ് അതിന്റെ ശരി. ഇനി മോൻ പാല് കുടിക്കുന്നു, അച്ഛൻ അല്പം ഡീസൽ അടിക്കുന്നു. കുഞ്ഞുണ്ണി പാല് കുടിക്കണമെങ്കിലേ ആദ്യം അച്ഛൻ ഏത്തിടണം. മതി, കുറെ നേരം നീ അച്ഛനോട് ഏത്തിടാൻ പറയണു. അതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തേ? വേഷം മറിച്ചെന്ന് കള്ളത്തനം പറഞ്ഞല്ലേ അച്ഛൻ എനിക്ക് അഡ്മിഷൻ വാങ്ങിച്ചു തന്നത്. അതിനാ ഏത്തിടാൻ പറഞ്ഞത്. ഓ, അതാണ് ഇത്ര വലിയ തെറ്റ്. വേഷം മാറാതെ പോയിരുന്നെങ്കിൽ ഊട്ടിയിലെ പരട്ട സ്കൂളിൽ പോലും എന്റെ മോന് അഡ്മിഷൻ കിട്ടില്ലായിരുന്നു. അമ്മ കൊതിച്ച പോലെ എന്റെ മോനെ പഠിപ്പിച്ച് വലിയ ആളാക്കാനല്ലേ. അതുകൊണ്ട് ഇത് അത്ര വലിയ തെറ്റൊന്നുമല്ല കേട്ടോ. ചില സന്ദർഭത്തിൽ നമ്മൾ ചെയ്യുന്ന ശരി തെറ്റാവും, തെറ്റ് ശരിയാവും. നോക്ക്, മോൻ പാല് കുടിച്ച് വേഗം കിടന്നുറങ്ങണം. നാളെ രാവിലെ പുതിയ സ്കൂളിൽ പോകാനുള്ളതാ. ഈ വേഷത്തിൽ മോനെ സ്കൂളിൽ കൊണ്ടുവിടാൻ അച്ഛന് കഴിയില്ല. ദിവസം വേഷം കെട്ടാന്ന് വെച്ചാൽ അതും നടക്കില്ല. അതുകൊണ്ട് എന്നും സ്കൂളിന്റെ അടുത്തുള്ള കവല വരെ അച്ഛൻ മോനെ കൊണ്ടുവിടാം. സ്കൂൾ വിടാൻ നേരത്തെ അച്ഛൻ അവിടെ കാണും. മോൻ പാല് കുടിക്കും. കുഞ്ഞുണ്ണി, അച്ഛൻ ഇതുവരെ ഉള്ളൂ. മോൻ സ്കൂൾ വിട്ട് തിരിച്ചു വരുമ്പോ അച്ഛൻ ഇവിടെ ഉണ്ടാവും. ശരി, ടാറ്റാ. ടാറ്റാ. Jinnu. Yes, Daddy. Your chocolate? Sweet, Daddy. Bye. Bye.
Have you all taken page 43? Robot in the garden. Yes, let's start. Robot in the garden. Robots are machines. They can do difficult work for us. Some robots look like men or women or children. Once, there was a man called Jana. He lived alone. Kunyuni, what's wrong with you? What's this? മയിൽപീലി. I asked why it's kept in the book. അത് പുസ്തകത്തിനുള്ളിൽ ഒരു മയിൽപീലിയെ വെച്ചാൽ അതൊരു കുഞ്ഞു മയിൽപീലിയെ പ്രസവിക്കും. പിന്നെ ആ മയിൽപീലി പെറ്റു പെരുകി ഒരുപാട് മയിൽപീലി ആവുന്ന. Silence. മാഡം, കുഞ്ഞിനെ സ്പീക്കിംഗ് മലയാളം. ഫൈൻ ഹിം. Oh, it's only his first day. It's okay. Kunyuni, you have to be very attentive in the class, okay? കുഞ്ഞുള്ളി, കുഞ്ഞുള്ളി, നീ അവിടെ എന്തെടുക്കാ? കേട്ടതല്ല ചേട്ടാ, അവൻ എന്റെ മോനായതുകൊണ്ട് പറയല്ലേട്ടോ. അവൻ മിടുക്കനാ. അവനെ ഞാൻ പഠിപ്പിച്ചൊരു എഴുതാനാകും. എന്താ ചിരിച്ചേ? ചിരിച്ചു പോയതാ പാക്കര. ഒരു ലോറി ഡ്രൈവറുടെ മക്കളും ഇതുവരെ IAS ആയിട്ടില്ല, അമേരിക്കയെ പോലും. എന്നാ ചരിത്രം പാക്കരൻ തിരുത്തും. മോനെ കുഞ്ഞുണ്ണി നീ വായിക്ക. വയലിന അല്ല, ഓടക്കുഴല് പാഠപുസ്തകമാണോ മനുഷ്യ? വായിക്കടാ മോനെ, വായിക്ക്, നല്ലോണം വായിക്ക്. ഈ ഊട്ടി മാവനും കേക്കണം. പാക്കര, ഈ ഊട്ടി മാമ എന്നുള്ള വിളി നീ എങ്കിലും നിർത്തിപ്പിളേ. ഞാനൊരു കൂട്ടിക്കൊടുപ്പുകാരന് ഉദ്ദേശിച്ച് പറഞ്ഞല്ലോ കേട്ടോ. സ്നേഹകൊണ്ടാ. പിന്നെ ഇവിടെ എല്ലാ കാര്യത്തിനും സഹായിച്ച് നല്ല ചേട്ടനാണല്ലോ. ഇനി എനിക്കൊരു ജോലി കൂടി വാങ്ങിച്ചു തന്നാൽ തൃപ്തിയായി. ഇവിടെ എനിക്ക് തന്നെ കൃത്യമായിട്ട് പണിയില്ല. അപ്പോഴാ ഇന്നലെ വലിച്ചേറി വന്ന പാണ്ടി വണ്ടി ഓടിച്ചിരുന്ന നിനക്ക് പണി. നല്ല ചേട്ടാ, അങ്ങനെ പറയരുത്. ഒരു മാസത്തിൽ എനിക്ക് എത്ര ചെലവെന്ന് വെച്ചേ? കുറച്ചാലത്തേക്ക് ഫീസ് അടക്കാനുള്ള പൈസ ബാങ്കിൽ ഇടുന്ന് വെച്ചോ. എന്നാലും വാടകയ്ക്കും മറ്റ ചെലവിനൊക്കെ പൈസ ഉണ്ട്. എനിക്കൊരു ജോലി ശരിയാക്കി തന്നെ പറ്റൂ. ഈശ്വര, അന്നാ സൂയിസൈഡ് പോയിന്റും ചാടി ചത്താ മതിയായിരുന്നു. എന്നിട്ട് ക്യാൻസൽ ചെയ്തേ ഈ നരകം അനുഭവിക്കാൻ. മോൻ പഠിക്കാ. കുഞ്ഞുണ്ണി ഇതൊന്നും അറിയാൻ പാടില്ല. അവനെ ബുദ്ധിമുട്ടറിയിക്കുന്ന ശ്രീദേവി പറഞ്ഞേക്കണേ. ശ്രീദേവി നടൻ കമലഹാസന്റെ ഭാര്യ, എന്റെ വൈഫാണോ? ആണോ? അയ്യോ, സോറി, വെരി വെരി സോറി, വെരി വെരി സോറി. Yes, smalling is injuries to health. Okay.